എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ല സുന്ദരികളായി ഒരുങ്ങിയ നല്ല കുറെ കൺമണികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കൊപ്പം അവരുടെ അമ്മമാരൊക്കെ ഉണ്ട്, നല്ല സെറ്റ് സാരികൾ കൊടുത്ത അമ്മമാരുണ്ട്. ഇത് കാണുന്നില്ലേ? നല്ല എന്താ പേര്? അമ്മയെ പോലെ ഒരുങ്ങിയാണോ? സുന്ദരിയായിരിക്കുന്നല്ലോ. അദ്രിജ എത്രയിലാ പഠിക്കുന്നേ? പൊക്കോ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ വഴക്കൂടെ കേൾക്കും. അതാ നമുക്ക് കാണാൻ സാധിക്കും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങിയ രാവിലെ മുതൽ മാലയൊക്കെ ഇട്ടിരിക്കുന്നല്ലോ. എന്താ പേര്? അദ്വൈതക്ക് എന്തോ ഒരു ക്ഷീണം. അദ്വൈത് ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. അദ്വൈതക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. പേരെന്താ? താലപ്പൊലി എടുക്കാൻ പോവാണോ? അതെ. മോളുടെ പേരോ? പേരൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എന്റെ പേരെന്താണെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതാ കുറെ ചേച്ചിമാരെ കാണാം. താലപ്പൊലി എടുക്കാനാണോ? പേരെന്താ? ഐശ്വര്യ. എവിടുന്നാ? അടൂര്. ഇതാ മക്കളെ കണ്ടോ? നേരത്തെ അശ്വതി പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തലയില് മയിൽപ്പീലിയൊക്കെ വെച്ചുകൊണ്ടാണ് പെൺകുട്ടികളെ ഒരുക്കിയത്. അതെന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ പെൺകുട്ടികൾ ഒരുങ്ങുമ്പോൾ തലയിൽ മയിൽപ്പീലി വെക്കും. അത് ദേവിയായിട്ട് ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ലൊരു മോളെ പേരെന്താ? അമ്മയെ ഉറക്കത്തിലാണോ? കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അവരൊക്കെ സാധാരണ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. ഇപ്പൊ 6:49 ആയിട്ടുള്ളൂ. ആ സമയത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പൊ രാവിലെ മുതൽ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്യൂ നിന്നത് നല്ല ക്യൂ ആയിരുന്നു. ഇപ്പോഴാണ് ആ ക്യൂ ഒന്ന് വിട്ടിരിക്കുന്നത്. ചിരിക്കുന്നത് ക്യാമറ നോക്കി കുറെ കുട്ടികൾ ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ ആ ക്യൂ ഒന്ന് വിട്ട് അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അമ്പലത്തിൽ കയറി ദേവീ ദർശനം നടത്തി ഈ അർച്ചന പൂർത്തിയാക്കാനുള്ള ഒരു തിരക്കിലാണ്. താലപ്പൊലി പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. കുറെ പേര് അമ്മയുടെ ഒക്കെ തോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താ പേര്? ജാനകി. എവിടുന്നാ വരുന്നേ? ബാംഗ്ലൂരിന്നാണോ? പൊക്കോട്ടോ, നല്ല തിരക്കാ. ഇതാ മോളുടെ പേരെന്താ? എന്താ ഈ മയിൽപ്പീലി വെച്ചേ? ഭംഗിയില്ലല്ലേ? ഭംഗിക്ക് വെച്ചല്ലേ? ശരി. ഇതാ നമുക്ക് കുറെ. മോളുടെ പേരെന്താ? മോളെ എവിടുന്ന വരുന്നേ? ഇതെന്താ താലപ്പൊലിയാണോ? എന്നാ പൊക്കോ. എല്ലാവരും പോലീസുകാർ നമ്മൾ പിടിച്ചു നിർത്തുന്ന സമയത്ത് വേഗം വിടാൻ പറയുന്നുണ്ട്. കാരണം അവര് ഇത്രയും മണിക്കൂർ ക്യൂ നിന്ന ആളുകളാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് താലപ്പൊലി പൂർത്തിയാക്കാൻ വേണ്ടി ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്ന ആളുകളാണ്. മോളുടെ പേരെന്താ? അതിഥിയായി എത്തിയതാണ് ആറ്റുകാലിത. ഒരാൾ കുഞ്ഞു പാവയെ കാണാം. അവര് നല്ല ഉറക്കമാണ്. അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങാണ്. നടക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. അത്രമാത്രം കുഞ്ഞു കുട്ടികളടക്കം ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരുങ്ങിയത് കാണാൻ പോലും, ഒരുങ്ങി ദേവിയെ പോലെ ഒരുങ്ങിയത് കാണാൻ പോലും നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമ്മുടെ അരുൺ പാലോട് ചേട്ടൻ പകർത്തുന്നത്. കാരണം കുഞ്ഞു കുട്ടികളിങ്ങനെ ഭംഗിയിൽ ഒരുക്കുന്നതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി. അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഉറക്കം കൂടെ പോകും. അവളുടെ പേരെന്താ? ശിഖാരാജ്. ഈ മുക്കുത്തി എനിക്ക് തരുമോ? മുക്കുത്തി തരുമോ? എനിക്ക് തരുമോ? കുഴപ്പമില്ല. പക്ഷെ അവളെന്തായാലും എല്ലാം തരാൻ വേണ്ടി തയ്യാറാണ്. ഏതാ ഒരാള് ഇവിടെ നല്ല ഉറക്കത്താണോ? ഉണരണ്ടേ നമുക്ക്? താലപ്പൊലി നടത്താൻ പോണ്ടേ? ഉണർന്നേ. ഉണരാൻ പറഞ്ഞപ്പോ ഉറങ്ങാണ്. ആള് നല്ല ഉറക്കത്തിലാണ്. ഇതാ ഒരാൾ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പേരെന്താ? നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. എത്രല്ല പഠിക്കുന്നേ? 1ാം ക്ലാസ്സിലെ. പൊക്കോ കേട്ടോ. 1ാം ക്ലാസ്സിലാണ്. അപ്പം ചെറിയ കുഞ്ഞുങ്ങളാണ്. കുറെ പേര് അമ്മമാര് എടുത്തോണ്ടിരിക്കുന്ന. അവരെ കൂടെ ആളുകളുണ്ട്. നല്ല മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങിയ പെൺകുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് എന്തൊക്കെയോ മനസ്സിൽ നല്ല സുന്ദരികളെ ഒരുങ്ങുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. ചിലവർ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ചിലവർ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ചില ആളുകൾ ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഈ താലപ്പൊലി നടക്കുന്ന അല്ലെങ്കിൽ താലപ്പൊലിക്കായി ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കേണ്ട ഭാഗത്താണ്. ഹലോ, പിണക്കമാണോ? രാവിലെ വിളിച്ചെണീപ്പിച്ചതിന് പിണക്കമാണോ? ഈ കുട്ടികൾ എപ്പോഴും പല ഭാവത്തിലായിരിക്കുമല്ലോ അല്ലെ ശ്രീജ? കാരണം ഇവരിങ്ങനെ ചില ആളുകൾ ഭയങ്കര വാടി തളർന്നിരിക്കുന്നു. ചില ആളുകൾ രാവിലെ എന്തിനാ ഞങ്ങളെ വിളിച്ചെണീപ്പിച്ചത് എന്നുള്ള എക്സ്പ്രഷനിൽ ഇരിക്കുന്നുണ്ട്. ചിലവർ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും ഓരോരുത്തരും ഓരോ ഭാവം അവരുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. ഉറങ്ങിയിരിക്കുന്നവരുണ്ട്, ആക്റ്റീവായിരിക്കുന്നവരുണ്ട്, ഇതൊന്നും വയ്യേ ഉള്ള എക്സ്പ്രഷൻ കാണിക്കുന്ന ആളുകളുണ്ട്. ഇതാ ഹലോ, എന്താ പേര്? പാപ്പു. നല്ല പേരാണല്ലോ. എവിടുന്നാ വരുന്നേ? ആണോ? ഹാപ്പിയാണോ? അമ്മയെ കാണാൻ പോവാണോ? അപ്പൊ കണ്ടിട്ട് വാട്ടോ. അവള് ഭയങ്കര ഹാപ്പിയാണ്, നന്നായി ചിരിക്കുന്നുണ്ട്. കൂടെയുള്ള എല്ലാരും ഹാപ്പിയാണ്, എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചില ആളുകള്, ചില കുഞ്ഞുങ്ങള് നല്ല ഹാപ്പിയാണ്. ഹലോ, എന്തിനാ കരയുന്നേ? അയ്യോ, മയക്കം കൊണ്ട് പോയപ്പോഴത്തേക്കാള് വീണ്ടും കരച്ചിൽ തുടങ്ങി. ഇതാ കണ്ടോ, നല്ല കുറേ സുന്ദരികളായ കുഞ്ഞുങ്ങൾ. അവര് കിരീടമൊക്കെ വെച്ച് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട്, കഴുത്തില് മാലയൊക്കെ ഇട്ട്, ആഭരണങ്ങളൊക്കെ ഇട്ട്, പൂമാലയൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പട്ടുപാവടയൊക്കെ പൊക്കി പിടിച്ച് ഒരാൾ നടക്കുന്നുണ്ട്. വീഴാതിരിക്കാനാണോ? ശ്രദ്ധിച്ചാണോ പോന്നേ? പൊക്കോട്ടോ. എന്നാ ചിരിക്കാത്തെ?
എന്നൊന്നും മിണ്ടാത്തെ? രാവിലെ തൊട്ട് നിൽക്കുകയാണ്. രാവിലെ തൊട്ട് നിൽക്കുവാണല്ലേ? അതിന് ക്ഷീണമുണ്ട്. ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ? കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാട്ടോ. ശരി. അപ്പൊ അതാണ്. ഇതാ കണ്ടോ, ഒരാള് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിലാണ്, അമ്മയുടെ ഒക്കത്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് നിൽക്കുകയാണ്. വലിയ ക്യൂ ആയിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടെത്താൻ ഞങ്ങൾ തന്നെ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി. കാരണം അത്രമാത്രം തിക്കും തിരക്കാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങള് പക്ഷെ അവർ സുരക്ഷിതരാണ്. ഒരു കമ്പിവേലിക്ക് ഉള്ളിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൃത്യമായി നൽകിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവർ കൃത്യമായി സുരക്ഷാ വലയത്തിലാണ്. അവരുടെ മാതാപിതാക്കൾ അവർക്കൊപ്പമുണ്ട്. പക്ഷേ വലിയ ക്യൂ ആയിരുന്നു. കുറേ മണിക്കൂറുകളായി ക്യൂ നിൽക്കുകയായിരുന്നു. ആ ഒരു ക്ഷീണം കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ട്. പക്ഷെ എല്ലാവരുടെയും മുഖത്ത് ആ ക്ഷീണമൊന്നുമില്ലേ? ചില ആളുകൾ ഭയങ്കര ആക്റ്റീവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടു കൂടി ആ താലപ്പൊലി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്ന ആളുകളുടെ സുന്ദരികളായി ഒരുങ്ങിയതിന്റെ ഒരു സന്തോഷമൊക്കെ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമുക്ക് കാണാം, ആ തിരക്കിലിങ്ങനെ ഇപ്പൊ ആ ഒരു ക്യൂ ഒന്ന് വിട്ടതാണ്. അപ്പൊ ആ ഒരു ഇതിൽ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞു വാവയെ കാണാം. ചെറിയ ആളാണ്. ഹലോ, ഹായ്. അയാള് ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് മൈക്കൊക്കെ കണ്ടതിന്റെ ഒരു സന്തോഷമാണെന്ന് തോന്നുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ നല്ല കുഞ്ഞു മക്കളാണ്. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ്. ഈ താലപ്പൊലിക്കായിട്ട് എല്ലാവരും അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും മാത്രമാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അശ്വതി, ശ്രീജ. ശരി ഭവ്യ, എന്തായാലും ആ കാഴ്ച ഇങ്ങനെ നീളും. മാത്രല്ലേ വർത്താനം പറയാറായിട്ടില്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് വരെ ഭവ്യ മൈക്ക് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു പരാതി വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ഭവ്യയിലേക്ക് പോവാന്നുള്ളതാണ്. വെറുതെ പറഞ്ഞാണ്, നമ്മൾ ഈ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അത് എത്തിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ പറ്റൂ എന്നുകൂടിയുണ്ട് അല്ലെ? ഇത് ഈ രീതിയിൽ ഇത് പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ പണ്ടാരടുപ്പ് ഒരുങ്ങുന്നു ശ്രീജ. അപ്പൊ ആ ചടങ്ങുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ 9:45 ശുദ്ധ പുണ്യാഹം, അതാണ് ആദ്യത്തെ ചടങ്ങ് കേട്ടോ. ഇന്നത്തെ ദിവസം ഈ അമ്പലത്തിൽ ഇപ്പം നടക്കുന്ന ഈ സ്ഥിരം പൂജകൾക്ക് പുറമെ ഇന്ന് പ്രത്യേക പൂജകളുണ്ട്. ആ പൂജകളിൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങ് 9:45 ശുദ്ധ പുണ്യാഹമാണ്. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്താണ് പിന്നെ ആദ്യത്തെ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ക്ഷേത്രത്തിന്റെ അകത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് ആ വിളക്കിൽ നിന്നാണ് ഈ നഗരം മുഴുവൻ പടർന്നു പിടിക്കുന്ന, അല്ലെങ്കിൽ നഗരം മുഴുവൻ പകരുന്ന ആ തീ ആരംഭിക്കുന്നത്. ശരിക്കും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ? അവിടെ നിന്ന് തുടങ്ങി അതാണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്നാലും അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ആ ദീപം പകരും. അത് ക്ഷേത്രത്തിനകത്തുള്ള തിടപ്പള്ളിയിലേക്കാണ് പിന്നീട് ആ തീ പകരുന്നത്. തിടപ്പള്ളിയിൽ ആദ്യം തീ കത്തിക്കും. അവിടെ നിന്ന് ആ തിടപ്പള്ളിയിലും വലിയ തിടപ്പള്ളിയിലും അവിടുത്തെ അടുപ്പുകളിലേക്ക് തീ പകരും. അവിടെ നിന്ന് ആ തീ ഇവിടെ ഈ തോറ്റം പാടുന്ന ഈ നമ്മൾ കാണുന്ന ഈ പുരയുണ്ടല്ലോ, ഇതിന് പുറത്ത് പണ്ടാര അടുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആ പണ്ടാര അടുപ്പിലേക്കാണ് പിന്നീട് ആ തീ എത്തിക്കുന്നത്. കൊണ്ടുവരുന്ന സമയം നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ പാണ്ഡ്യ രാജാവിനെ കൊല്ലുന്ന ഭാഗം തോറ്റംപാട്ടിൽ വായിക്കുമ്പോഴാണ് അത് പാടി നിർത്തുന്ന ആ സമയത്ത്, കൃത്യം ആ പാടി നിർത്തുന്ന സമയത്താണ് ഇവിടെ തീ പകരുക. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കതിനാവെടികൾ, ഇതെന്താണെന്നറിയോ, കയ്യിൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഇവിടുത്തെ ചരിത്രമൊക്കെ നമുക്ക് ഈ ഐതിഹ്യം പക്ഷെ എന്താണെന്നറിയോ, വെറ്ററൻ റിപ്പോർട്ടറായ അശ്വതിയും പൊങ്കാല എത്രയോ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അതും ഒരു വലിയ പൊങ്കാല ഇട്ടിട്ട് കുറെ കാലമായി. പൊങ്കാല റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാ തവണയും വരാറുണ്ട്. എല്ലാ തവണയും അതിന് മുമ്പ് വിചാരിക്കും ഇത്തവണ പൊങ്കാല ഇടണമെന്ന് വിചാരിക്കും. അപ്പൊ ഓഫീസിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ആളുകൾ പറയും പൊങ്കാല ഇട്ടോണ്ട് റിപ്പോർട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ വിചാരിക്കും അത് രണ്ടും കൂടി എന്തിനാണെങ്കിൽ പിന്നെ ഇത് മതിയല്ലോ. നല്ല തിരക്കുണ്ട്, തള്ളുന്നുണ്ട് ചേച്ചി. പൊങ്കാല എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിൽ അർപ്പിക്കാമല്ലോ. അപ്പൊ ഇവിടെ എത്തുന്ന ആളുകൾക്ക് അത് ചിലരൊക്കെ പറയാറുണ്ടോ എന്തൊരു ഭാഗ്യമാണ് ഇങ്ങനെ നടയിൽ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും നേരം. ശരിയാണ്, അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചാൽ അത് ശരിയാണ്. കാരണം എന്താണെന്നറിയോ, ഈ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്നത്തെ ദിവസം ഇവിടം വരെ എത്താനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഈ കാര്യങ്ങൾ ലോകത്തോട് പറയുന്നതാണ് നമ്മുടെ മനസ്സിലൊരു പൊങ്കാല. ചരിത്രത്തിന്റെ ഭാഗമാണ് ആറ്റുകാൽ പൊങ്കാല. ഗിന്നസ് റെക്കോർഡ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അശ്വതിയും വൈകാതെ റെക്കോർഡിട്ട് ഏറ്റവും കൂടുതൽ കാലം പൊങ്കാല റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു റെക്കോർഡ് നമ്മൾ അശ്വതിയുടെ പേരിൽ നമ്മൾ നേരത്തെ 2 ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ദേവിയുടെ നേർച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ താലപ്പൊലിയും കുത്തിയോട്ടവും പറഞ്ഞു. മറ്റൊന്നാണ് വിളക്കുകെട്ട്. അത് ഇവിടെ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ചിലപ്പോൾ വന്ന് വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാകും. അലങ്കരിച്ച വിളക്കുകെട്ടുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതെ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായിട്ടുള്ളൂ.